വെറുപ്പിന്റെ കടയിൽ നിന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് രാഹുൽ ഗാന്ധിയെ തെമ്മാടി എന്ന് വിളിച്ച ആളെ കൊണ്ട് തന്നെ പറയിക്കുന്നതിലൂടെ തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇക്കണ്ടതൊന്നുമല്ല മന്നവ കാണുന്ന യാഥാർത്ഥ്യം. നമസ്കാരം. ഇക്കണ്ടതൊന്നുമല്ല മന്നവ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണ്. സന്ദീപ് വാര്യരാണ് കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും അനുയായിയായി കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. കുറച്ച് നാൾ മുമ്പ് CPM-ലേക്ക് എന്ന് AK ബാലൻ്റെ പ്രതികരണം ഉൾപ്പെടെ വെച്ച് ചർച്ച ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് CPI-യിലേക്ക് എന്ന് ചർച്ച ചെയ്തിരുന്നു. അവിടെയൊക്കെ തടസ്സങ്ങളുണ്ടായി എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഒടുവിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോവുകയാണ്. എന്തായാലും BJP വിടുകയാണല്ലോ എന്ന് ആശ്വസിക്കുന്ന ആളുകൾ കുറേ നാട്ടിലുണ്ട്. അത് എവിടെയായാലും അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ എന്നുള്ള ആശ്വാസത്തിലേക്ക് പോകുന്ന കാര്യം. എന്തായാലും ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു മട്ടിലാണ്. കോൺഗ്രസ് ഈ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹം ആരംഭിച്ച നാൾ മുതൽ പ്രധാനപ്പെട്ട നിരവധി ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കത്ത് വിവാദം, അത് കഴിഞ്ഞ് സരിൻ്റെ മാറ്റം നമ്മൾ കണ്ടതാണ്. സരിൻ്റെ മാറ്റത്തെ തുടർന്നുള്ള കത്ത് വിവാദം, ഏറ്റവും ഒടുവിൽ ഇരട്ട വോട്ടിൽ വരെ VD സതീശൻ പെട്ടുകിടക്കുകയായിരുന്നു. എന്ത് ചെയ്യും? എന്തായാലും ജയിക്കാനുള്ളൊരു മണ്ഡലത്തിൽ ഇമാതിരി കുഴപ്പത്തിലേക്ക് ചാടുന്ന സാഹചര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഒടുവിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ വരെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വലിച്ചിട്ട് സ്വയം തിരിച്ചടി ഏൽക്കുന്ന തരത്തിലേക്ക് ഇരട്ട വോട്ട് ആരോപണം തിരിച്ച് അടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് VD സതീശൻ വലിയൊരു അവസാനത്തെ ആയുധമെടുത്ത് വീശുന്നത്. അത് സമ്മതിച്ചു കൊടുക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ P സരിനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള വലിയ മത്സരം നടക്കുകയാണ് എന്ന മട്ടിൽ ചർച്ചകൾ എല്ലാം പോകുമ്പോഴാണ് വീണ്ടും സതീശൻ ആഗ്രഹിക്കുന്നത് പോലെ BJP കോൺഗ്രസ് എന്ന ചർച്ചയിലേക്ക് എത്തിക്കാൻ അവസാനത്തെ ആയുധം അദ്ദേഹം പ്രയോഗിക്കുന്നത്. അത് സന്ദീപ് വാര്യരിലൂടെയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാക്കപ്പെടുകയും വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്ന് രാഹുൽ ഗാന്ധിയെ തെമ്മാടി എന്ന് വിളിച്ച ആളെ കൊണ്ട് തന്നെ പറയിക്കുന്നതിലൂടെ, അതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ ചർച്ച കൈയടക്കുന്നതിലൂടെ VD സതീശൻ അവസാനത്തെ ആയുധമെടുത്ത് പയറ്റി ഒരു പരിധിവരെ ഒരു ഷോക്ക് നൽകാൻ ശ്രമിച്ച് വിജയിക്കുകയാണ് എന്ന് നമ്മൾ കാണണം. അത് വോട്ടിനെ സ്വാധീനിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ മാധ്യമ ചർച്ചകളിലും പൊതുസമൂഹത്തിന് മുന്നിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കോൺഗ്രസ് വീണ്ടും പ്രധാന കേന്ദ്രത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രതിരോധത്തിലൂടെയല്ല, ആക്രമണത്തിലൂടെയാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം. ഈ ഘട്ടത്തിലുള്ള സാഹചര്യം എന്താണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കാര്യം നമ്മൾ പറഞ്ഞു. CPM വഴി CPI വഴി കോൺഗ്രസിലേക്ക് എത്തുന്നു. എന്തായാലും BJP അല്ലല്ലോ. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഉയർന്നു വരുന്നത് സന്ദീപിന് നേരിടാനിടയുള്ള സാഹചര്യമാണ്. ഒന്ന്, സന്ദീപ് വാര്യർ എന്തുകൊണ്ടും CPM-ലേക്ക് പോകുന്നതിനേക്കാൾ സുരക്ഷിതനായി നിൽക്കുക കോൺഗ്രസിലായിരിക്കും. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ CPM-ലേക്ക് വരുമ്പോൾ കടുത്ത സംഘീവിരുദ്ധത നിരന്തരം പറയുന്ന കുറേ ആൾക്കൂട്ടത്തിലേക്ക്, അതുപോലെ കോൺഗ്രസിൽ പോകുന്നതിന് പകരം അവിടെ BJP-യിൽ ഇരുന്ന കാലത്തും കടുത്ത CPM വിരുദ്ധത ഓരോരുത്തർക്കെതിരെ ദേശാഭിമാനി, പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും സ്വാഭാവികമായും BJP-യിൽ ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത്രയും കാലം പറഞ്ഞത് ഉൾട്ടയടിക്കണം എന്നുള്ളതാണ്. അത് ഓരോ ദിവസത്തെയും പ്രതികരണങ്ങളിൽ ഉണ്ടാവും. പിന്നെ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന സ്വീകാര്യതയ്ക്കും വ്യത്യാസം ഉണ്ടാവും. നിരന്തരമായ ആക്രമണത്തിന് വിധേയനാവേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് അത് അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ കോൺഗ്രസിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, കടുത്ത ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ CPM-ലേക്ക് ഫോളോവേഴ്സിനെ കൂടി കൊണ്ടുവരാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്കേ പോകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് പോകുമ്പം അത്തരം പ്രതിസന്ധികളില്ല. ഫോളോവേഴ്സിനെ സ്വീകരിക്കാൻ തക്ക രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെയുള്ളത്. ആകപ്പാടെ രാഹുൽ ഗാന്ധിനെ ചീത്ത പറഞ്ഞതും ജ്യോതികുമാർ ചാമക്കാലയെ ചീത്ത പറഞ്ഞത് മാത്രമായിരിക്കും സന്ദീപ് വാര്യർക്ക് പ്രധാന പ്രശ്നമാവാൻ പോകുന്നത്. ജ്യോതികുമാറിൻ്റെ കാര്യം നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. അത് ഗംഭീര രസമുള്ള കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ തെമ്മാടി എന്ന് വിളിച്ചത് വരെയുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാം. കാരണം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറുമ്പം നേരത്തെ പറഞ്ഞൊന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്ര വലിയ കാര്യമില്ല. നിലവിലെ നിലപാടാണ് പ്രധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ അവസരത്തിലാണ് സന്ദീപ് വാര്യരുടെ മാറ്റം
കേരളം ആകെ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി വരുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സന്ദീപ് വാര്യരുടെ ഈ കൂടുമാറ്റം കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാക്കി എടുക്കുന്നതിൽ വി.ഡി. സതീശന് വലിയ പങ്കുണ്ട്. അത് ഒരു മിന്നലാക്രമണമാക്കി മാറ്റുന്നതിലും പങ്കുണ്ട്. പ്രത്യേകിച്ചും ഇരട്ട വോട്ടിൽ തുടർ ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിലേക്ക് പോകാനിടയുള്ള ഒരാളാണ് അദ്ദേഹം. സരിനെതിരായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായി ഇരട്ട വോട്ടിനെ തിരിച്ചുവിടാൻ വേണ്ടി ഒരു വ്യാജ ആരോപണം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരു ആക്ഷേപം വി.ഡി. സതീശൻ ഉന്നയിച്ചിരുന്നു. ഒരിക്കലും പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കാത്ത മട്ടിലുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ച് അതേ ആളുകൾ രേഖകൾ സഹിതം വാർത്താ സമ്മേളനം നടത്തി പരാജയപ്പെടുത്തിയ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് ആ ചർച്ച ഇനി തുടരാൻ സാഹചര്യമില്ല എന്നുള്ള മട്ടിൽ സന്ദീപ് വാര്യരെ അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി അതിന് സതീശൻ മറുപടി പറയേണ്ട കാര്യമില്ലാത്ത മട്ടിലേക്ക് മാധ്യമങ്ങൾ ചർച്ചകളെ ഇങ്ങോട്ട് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സതീശന് അതൊരു ലോട്ടറിയാണ്. ചുരുക്കത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഒരു ലോട്ടറിയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു പുൽത്തുരുമ്പായി അദ്ദേഹം മാറുകയാണ്. പക്ഷേ ഒരു പ്രതിസന്ധി ഉള്ളത് പാർട്ടിക്കകത്ത് ഉള്ള എതിർപ്പുകളായിരിക്കാം ഇനി സതീശനും കോൺഗ്രസും നേരിടാൻ പോകുന്നത്. പലപ്പോഴും ഇപ്പോൾ ഒറ്റപ്പാലത്ത് അടുത്ത തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമല്ലോ സന്ദീപ് വാര്യരെ വാഴിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഉറപ്പുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വാർത്ത. അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിനകത്ത് ഇങ്ങനെ കയറി വരുന്നവർക്ക് പരിഗണന കൊടുക്കുമ്പം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുണ്ട്, പല ആളുകളുടെ എതിർപ്പുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എതിർപ്പുമായി ഇന്ന് തന്നെ രംഗത്ത് വന്നത് സാക്ഷാൽ കെ മുരളീധരൻ്റെ തന്നെയാണ്. മുരളീധരൻ്റെ എതിർപ്പ് കുറേയേറെ പ്രസക്തവുമാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ തെമ്മാടി എന്ന് വിളിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം നമ്മൾ PV അൻവറൊക്കെ നേരിട്ടതുപോലെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നൊക്കെയുള്ള മുൻകാല പ്രയോഗങ്ങളാണ്. പക്ഷെ അത് തിരുത്തിയിട്ടാണ് വരുന്നത് എന്നുള്ളത് രാഷ്ട്രീയ പ്രായോഗികതയുടെ ഒരു കാര്യമാണ്. എന്നാലും മുരളീധരൻ പറയുന്നത് അങ്ങനെയല്ല. മുരളി പറയുന്നത് ഇങ്ങനെയാണ്: സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് TV-യിൽ കണ്ടു. അതെന്തായാലും നല്ല കാര്യമാണ്. പലരും കോൺഗ്രസ് വിടും എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യരെ കിട്ടിയത് നല്ല കാര്യമാണ്. അദ്ദേഹം 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോകാമായിരുന്നു. രാഹുൽ ഗാന്ധിയെ ഒക്കെ ശക്തമായി വിമർശിച്ചിരുന്ന ആളാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാനൊക്കെ ഒപ്പമുണ്ടായിരുന്നു. കാശ്മീരിലേക്കല്ല, അൻഡമാൻ നിക്കോബാറിലേക്ക് ആണ് യാത്ര വേണ്ടത് എന്നും അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം നടത്തണം എന്നുമൊക്കെ പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കോട്ടക്കലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടക്കൽ അല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ഒരു ക്ഷമാപണം ആയനെ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വെറുപ്പിൻ്റെ കടയിലേക്ക് അംഗത്വം തേടി പോകരുത്. സ്നേഹത്തിൻ്റെ കടയിലെ അംഗത്വം നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വന്നതിൽ സന്തോഷം. ഗാന്ധിയെ കൊന്നതല്ല, ചെറുതായി ഒന്ന് വെടികൊണ്ടപ്പോൾ മരിച്ചതാണെന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കൾ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് മുന്നവെച്ച വാക്കുകളിലൂടെ മുരളി പറയുന്നത്. മുരളീധരൻ പറയുന്നത് പ്രസക്തമായ നിലയിൽ കോൺഗ്രസിൽ തന്നെ ചർച്ചയാകാൻ ഇടയുണ്ട്. ഇത്തരം ഒരാൾ വരുമ്പോൾ അതിനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചർച്ചകളായി കാണാനും പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളുകൾ കരുതും എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. എന്നാൽ സന്ദീപ് പറയുന്നത് അങ്ങനെയല്ല. താൻ തിരുത്തലിന് വിധേയനായിട്ടാണ് വരുന്നത് എന്നാണ്. കോൺഗ്രസ് നേതാക്കളുമായെല്ലാം നല്ല സൗഹൃദം സൂക്ഷിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആശയപരമായി എതിർത്തിട്ടുണ്ടാവാം. രാഷ്ട്രീയത്തിൽ മാനവികമായി ചിന്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കും. എല്ലാ ദിവസവും വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നാണ് സ്നേഹവും കരുതലുമെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത്. അത് ഞാൻ ചെയ്ത തെറ്റ്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ മനുഷ്യപക്ഷത്ത് നിന്നൊരു നിലപാട് പോലും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, അച്ചടക്ക നടപടി, അതിൻ്റെ പേരിൽ നേരിട്ടയാളാണ് ഞാൻ ജീവിച്ചു വളർന്ന എൻ്റെ സാമൂഹിക പരിസരത്ത് മതം തിരഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ പേരിലാണ് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഉടനീളം നടന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ പലരുമായും തർക്കത്തിലേർപ്പെട്ടു. അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഇന്ന് ഈ നിമിഷം കോൺഗ്രസിൻ്റെ ആഫീസിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യം
സാഹചര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആളുകളിൽ പ്രധാനി ജ്യോതികുമാർ ചാമക്കാലയാണ്. ജ്യോതികുമാർ ചാമക്കാലയുമായിട്ടുള്ള സന്ദീപ് വാര്യരുടെ തർക്കങ്ങൾ പ്രശസ്തമാണ്. ചാനൽ ചർച്ചയിൽ ഇവർ ഇരുവരും അപ്പുറത്തുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ചാമക്കാല ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കാണും. ഇപ്പം BR ഷഫീറൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെ ചൂടൻ ചർച്ചയായിരിക്കും. ചീത്ത വിളിക്കും, തെറി വിളിക്കും. പഴയ രീതിയിൽ ചാനലുകളിലും മാധ്യമങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശസ്തമായ പ്രയോഗങ്ങളിൽ ഒന്ന് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ളത് മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിലുള്ളത് ഇപ്പോൾ ഭയങ്കരമായി പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ഇമാതിരി ചർച്ചകളിലൂടെ കടന്നു വന്നിട്ടും കെ മുരളീധരൻ പറഞ്ഞതുപോലെയുള്ള സമീപനമല്ല ജ്യോതികുമാർ ചാമക്കാലക്കുള്ളത്. ജ്യോതികുമാർ പറയുന്നത് ഞങ്ങൾ വലിയ തോതിൽ ചാനൽ ചർച്ചകൾ പ്രതികരിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചു പറയുന്ന ആളാണ് അദ്ദേഹം. അതേസമയം അദ്ദേഹം ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്നും സന്ദീപ് വാര്യർ ഇങ്ങോട്ട് കയറി വരുന്നതിനെ നേരിട്ട് തന്നെ പോയി സ്വീകരിച്ച ജ്യോതികുമാർ പ്രതികരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി മുരളീധരൻ ഉന്നയിക്കുന്ന പ്രശ്നം കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ സതീശനും കൂട്ടർക്ക് ഈസിയായിട്ട് കഴിയും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോഴും സന്ദീപ് വാര്യർ ഒറ്റപ്പാലം എന്നുള്ള നിയമസഭാ മണ്ഡലം മുൻനിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസിനകത്തുണ്ടാകാൻ ഇടയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ്റെ സാന്നിധ്യം പ്രധാനമാണ്. പാലക്കാട് ഘടകത്തിൻ്റെ സ്വീകാര്യത പ്രധാനമാണ്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സതീശൻ്റെ ഓപ്പറേഷനാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് മഹാമഹത്തിൻ്റെ അവസാന പോയിന്റിൽ ഇമാതിരി ഒരു ആയുധമെടുത്ത് വീശി എന്നുള്ളത്, അതിനൊരു അവസരം ഒരുങ്ങി എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കുമ്പോൾ VD സതീശനും കോൺഗ്രസിനും സന്ദീപ് വാര്യർ ഒരു ലോട്ടറിയാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.